Shahanish and I am studying in Standard 9 in St. Joseph's Convent Girls High Secondary School, Kottayam. Dear friends, today is World AIDS Day. World AIDS Day is celebrated on December 1st every year since 1988. It is decided to raise awareness, educate and improve the understanding of HIV as a global public health problem. World AIDS Day is important because it reminds the public and government that HIV has not gone away. HIV transmitted by sexual contact, sharing needles or syringes, receiving blood transfusions and mother from child. ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഹിബ ഫാത്തിമ ഷാജഹാൻ, സെന്റ് ജോസഫ്സ് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ. നമുക്ക് ഏവർക്കും അറിയാം, ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കപ്പെടുന്നത്. ഞങ്ങളുടെ സ്കൂളിലെ റെഡ് ക്രോസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി എയ്ഡ്സ് എന്ന മഹാമാരിയെക്കുറിച്ച് നിങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എയ്ഡ്സ് രോഗത്തോടുള്ള ചെറുത്തുനിൽപ്പിന് ശക്തി കൂട്ടുവാൻ വേണ്ടി 1988 ഡിസംബർ 1 മുതലാണ് ലോകാരോഗ്യ സംഘടന, ഐക്യരാഷ്ട്രസഭ എന്നിവയുടെ നേതൃത്വത്തിൽ ലോക എയ്ഡ്സ് ദിനം ആചരിക്കപ്പെടുന്നത്. RNA വിഭാഗത്തിൽപ്പെട്ട ഒരു റിട്രോ വൈറസ് ആണ് എയ്ഡ്സ് വൈറസ്. 1984 അമേരിക്കൻ നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡോക്ടർ റോബർട്ട് ഗല്ലോ ആണ് എയ്ഡ്സ് രോഗാണുവിനെ ആദ്യമായി കണ്ടുപിടിച്ചത്. രോഗനിർണയത്തിന് പ്രധാനമായും 3 മാർഗങ്ങളാണുള്ളത്. 1. രക്തത്തിൽ വൈറസ് ആന്റിജൻ കണ്ടുപിടിക്കുക. 2. വൈറസിനെതിരായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രതിവസ്തുക്കളെ കണ്ടുപിടിക്കുക. 3. രക്തത്തിൽ വൈറസിനെ കൃത്രിമമായി വളർത്തിയെടുക്കുക. എയ്ഡ്സ് രോഗാണുബാധ ഉള്ളവരുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുക. വൈറസ് ബാധയുള്ള അമ്മയിൽ നിന്നും ശിശുവിലേക്ക് രോഗാണുക്കൾ പകരാവുന്നതാണ്. വൈറസ് ഉള്ള രക്തത്തിൽ നിന്നും ഉണ്ടാക്കിയ വസ്തുക്കൾ ഇവ മറ്റൊരാളിലേക്ക് പകരുക. കുത്തിവെപ്പ് സൂചികൾ ശരിയായി അണുവിമുക്തമാക്കാതെ വീണ്ടും ഉപയോഗിക്കുക. എയ്ഡ്സ് രോഗത്തെ പറ്റി പലർക്കും പല തെറ്റിദ്ധാരണകളുണ്ട്. എന്നാൽ അതൊന്നും ശരിയല്ല. ഹസ്തദാനത്തിലൂടെയോ ആലിംഗനത്തിലൂടെയോ ഭക്ഷണം പങ്കുവെക്കുന്നതിലൂടെയോ ഒരേ മുറിയിൽ താമസിക്കുന്നതിലൂടെയോ വിയർപ്പിലൂടെയോ എയ്ഡ്സ് രോഗാണു പകരുകയില്ല. എയ്ഡ്സ് പൂർണ്ണമായും സുഖപ്പെടുത്താവുന്ന ഒരു രോഗമല്ല. എന്നാൽ ഫലപ്രദമായ ചികിത്സയിലൂടെ വൈറസിനെ നിയന്ത്രിക്കുവാൻ സാധിക്കും. ആന്റി റെട്രോവിയൽ തെറാപ്പി ആണ് വൈറസ് ബാധയുടെ ചികിത്സ. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം അനുസരിച്ച് HIV ബാധിച്ചവർ ജീവിതാവസാനം വരെ ART ചികിത്സ തേടണമെന്ന് പറയുന്നു. ഞാൻ ഇന്ന് പങ്കുവച്ച കാര്യങ്ങൾ ഏവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. എയ്ഡ്സ് രോഗത്തിനെതിരെ നമുക്ക് ഏവർക്കും കൈകോർക്കാം. എല്ലാവർക്കും എൻ്റെ നന്ദി. നമസ്കാരം. എല്ലാ വർഷവും ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായി ലോകമെമ്പാടും ആചരിച്ചു വരികയാണ്. മനുഷ്യരാശിയെ ഭീതിയിലാക്കിയ മഹാവിപത്തിൽപ്പെട്ട HIV രോഗബാധിതരായവർക്ക് സാന്ത്വനമേകുക എന്നതാണ് ലോകാരോഗ്യ സംഘടന ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നത്. മനുഷ്യരാശി കണ്ട ഏറ്റവും മാരകമായ രോഗത്തിനെതിരെ ചെറുത്തു നിൽക്കാൻ വേണ്ട ശക്തി കൂട്ടുക എന്നതുകൂടിയാണ് ഈ ദിനത്തിന്റെ മറ്റൊരു പ്രാധാന്യം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശമാണ് എന്നതാണ് ഈ വർഷത്തെ എയ്ഡ്സ് ദിന സന്ദേശം. 2030 HIV വൈറസിനെ പൂർണ്ണമായും ഈ ലോകത്തു നിന്ന് ഇല്ലാതാക്കുക എന്നതാണ് ലോകാരോഗ്യ സംഘടന ലക്ഷ്യമിടുന്നത്. എയ്ഡ്സ് പകരുന്ന വഴികൾ, പ്രതിരോധ പ്രവർത്തനങ്ങൾ, ചികിത്സ എന്നിവയെക്കുറിച്ച് രാജ്യാന്തര അവബോധം കൂടാതെ എയ്ഡ്സിനെതിരെ ഉള്ള പ്രവർത്തനത്തിൽ രാജ്യാന്തര സഹകരണം ഉറപ്പാക്കുക, എയ്ഡ്സിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുക എന്നിവയൊക്കെയാണ് എയ്ഡ്സ് ദിനാചരണ പ്രധാനമായ ലക്ഷ്യങ്ങൾ. എയ്ഡ്സ് രഹിത നല്ലൊരു നാളേക്കായി നമുക്കേവർക്കും ആത്മാർത്ഥമായി പ്രയത്നിക്കാം. നന്ദി.